ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒരു PDF ഫയൽ തന്നിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ടാസ്ക് ഏറ്റെടുക്കാൻ സാധ്യതയില്ല. കാരണം മിക്ക ആളുകളുടെയും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒന്നും PDF എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളോ ആപ്ലിക്കേഷനുകളോ ഒന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം അത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഗൂഗിളിൽ പോയിട്ട് വെബ്സൈറ്റുകൾ ഒരുപാട് PDF എഡിറ്റ് ചെയ്യാനുള്ളതുണ്ട്, അത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ആകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ PDF ഫയൽ എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ സ്ക്രീനിൽ കാണുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഏത് PDF ഫയലും വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടെനോർഷെയറിന്റെ PDNob എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇതിൽ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അക്യുറേറ്റ് ആയിട്ടുള്ള സ്മാർട്ട് OCR ഇതിൽ പറ്റും. അതേപോലെ വേർഡ് ഡോക്യുമെന്റ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് PDF ഫയൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാം, അനോട്ടേറ്റ് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം, OCR, ഓർഗനൈസ്, റീഡ്, ക്രിയേറ്റ്, പ്രൊട്ടക്ട്, കംപ്രസ്, റെക്കോർഡ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിലെ OCR എന്ന് പറയുന്ന ഫീച്ചറിന്റെ അക്യുറസി ആണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ OCR ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല AI കുറേയധികം ഫീച്ചേഴ്സ് കൂടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വല്ലപ്പോഴും PDF എഡിറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്തോ അല്ലെങ്കിൽ ഇതൊന്ന് മൊത്തം കണ്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മറ്റൊന്ന് ഇൻസ്റ്റാളിലൂടെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഫ്രീ ഡൗൺലോഡ്, നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിന്റെ ബൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ അടുത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ ബൈ നൗന്റെ കാര്യം, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും ഫ്രീ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇത് വിൻഡോസിലും മാക്കിലും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും കമ്പാറ്റബിൾ ആണ്. സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ രീതിയിൽ ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചിടാം. ഇതാണ് ടെനോർഷെയറിന്റെ PDNob എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു ഐക്കൺ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഇതാണ് ഇതിന്റെ ഹോം ഇന്റർഫേസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ഫീച്ചേഴ്സിലേക്ക് പോകേണ്ടത്. അപ്പൊ ഇവിടെ PDNob AI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൺവേർട്ട് PDF, OCR PDF, ബാച്ച് ടൂൾ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം OCR എന്ന് പറയുന്ന ഫീച്ചർ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു സ്കാൻഡ് ഫയൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഓപ്പൺ PDF-ൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്കാൻഡ് ഫയൽ ഉണ്ട്, അത് ജസ്റ്റ് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസാധാരണ ഫയലുകൾ ആഡ് ചെയ്യുമ്പോൾ കാണിക്കുന്ന പോലെ അല്ലാതെ മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പെർഫോം OCR എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഈ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫയൽ അല്ല. നമ്മൾ എഡിറ്റ് സെക്ഷനിൽ പോയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതിലെ ഒരു കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ക്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് ഇതിൽ സാധിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്കാൻഡ് ആയിട്ടുള്ള ഫയലുകളിലേക്കാണ് നമ്മൾ ഈ OCR എന്ന് പറയുന്ന ഓപ്ഷനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെർഫോം OCR-ൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം S-ൽ ക്ലിക്ക് ചെയ്യാം. ഡോക്യുമെന്റ് ലാംഗ്വേജ് ഏതാണെന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പെർഫോമിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഇത് പ്രോസസ് ആവും, കുറച്ച് സെക്കൻഡ്സ് എടുക്കും ഇതൊന്ന് പ്രോസസ് ആയിട്ട് വരാൻ. പ്രോസസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിപ്പോ ഒരു എഡിറ്റബിൾ ആയിട്ടുള്ള ഫയലായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് കാര്യം വേണമെങ്കിലും ഈ ഒരു ഡോക്യുമെന്റിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിയേ, വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റൊരു ഫോണ്ടിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏത് ഫോണ്ടിലേക്ക് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ഫോണ്ടിന്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. പിന്നെ ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അതായത് വേർഡിലൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള എഡിറ്റിംഗ് ചെയ്തില്ല, സെയിം പരിപാടി തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ PDF-ലും ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പിന്നെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. അങ്ങനെ കുറെ അധികം പരിപാടികൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ എഡിറ്ററിലൊക്കെ നമ്മൾ OCR ഫീച്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് അത്ര അക്യുറേറ്റ് ആയിരിക്കത്തില്ല അതിന്റെ ഒരു എഡിറ്റിംഗ് സെക്ഷൻ വരുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എഡിറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത്ര അക്യുറേറ്റ് ആയിട്ട് തന്നെ OCR എന്ന് പറയുന്ന ഫീച്ചർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. ഇതപ്പം നമ്മളൊരു സ്കാൻഡ് ഡോക്യുമെന്റിലാണ് ഇത് ചെയ്ത്. ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു PDF ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ PDF ഫയലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിൽ കുറെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാണിക്കാം. അതിനായിട്ട് ഇതിന് മുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എഡിറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PDF ഫയൽ ഫുൾ എഡിറ്റബിൾ ആയി. നോക്കിയേ, നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പഴയ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എഡിറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ എഡിറ്റ് ഓൾ ഉണ്ട്, ആഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കർസർ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കിവിടെ ടെസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് എവിടേക്ക് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ എഴുതുന്ന കാര്യങ്ങളുടെ ഫോണ്ടും അതിന്റെ സൈസും ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ഈ രീതിയിൽ ഏത് ഫോണ്ടും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ PDF-ലേക്ക് ആഡ് ചെയ്യാനായിട്ട്
സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ആഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ഇവിടേക്ക് നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാം. നോക്കി, ഞാൻ ഈ ഒരു ഇമേജ് JPG ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഇത് ഒന്ന് പ്രസ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ. ആ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആഡ് ചെയ്ത ഇമേജസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇത് ഒഴിവാക്കാനും സാധിക്കും. അതേപോലെ PDF ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ചെയ്യാൻ പറ്റും. ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. പിന്നെ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണോ വാട്ടർമാർക്കായിട്ട് കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. ഞാനിവിടെ എന്റെ പേര് വാട്ടർമാർക്കായിട്ട് കൊടുത്ത്, അപ്പൊ ഇനി നമുക്ക് വാട്ടർമാർക്കിന്റെ അപ്പിയറൻസ് ഏത് ലെവലിൽ വേണമെന്നുള്ളത് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർമാർക്ക് എത്രയും വിസിബിൾ ആയിരിക്കണം. അതായത് ഇത്രയും വിസിബിൾ ആക്കി നമുക്ക് ഈ വാട്ടർമാർക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് എന്റെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ എഡിറ്റ് സെക്ഷനിൽ ഇത്രയും ടൂൾസ് ഉണ്ട്. ഇനി നമുക്ക് ഹോം പേജിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് കാര്യങ്ങളും ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏത് കളർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഹൈലൈറ്റ് ചെയ്തു, നമുക്ക് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ല ഡിലീറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം സ്റ്റിക്കേഴ്സ് നൽകിയിട്ടുണ്ട്. എവിടാണോ ഈ സ്റ്റിക്കർ കൊടുക്കേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് സൈസ് എത്രയാണോ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ സ്റ്റിക്കേഴ്സ് എത്രണ്ണം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ പുതുത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ തന്നെ എഡിറ്റ് ഓൾ എന്നുള്ള സെക്ഷൻ ഉണ്ട്. എഡിറ്റ് ടെക്സ്റ്റ്, എഡിറ്റ് ഇമേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. മെർജ് PDF, പല PDF ഫയലുകൾ നമുക്ക് മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. കംപ്രസ് PDF എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനെ കംപ്രസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ കമന്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പെൻസിൽ ഡ്രോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെൻസിൽ ഡ്രോ ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരികയാണ്. ഇവിടെ ക്രിയേറ്റ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടു വേർഡ്, ടു എക്സൽ, ടു പവർ പോയിന്റ്, ടു ഇമേജ്, ടു PDF, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ബാച്ച് കൺവേർട്ട് ഉണ്ട്. ജസ്റ്റ് ബാച്ച് കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ഒന്നോ അതിലധികമോ ഫയലുകൾ ഒരേ സമയം കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളിവിടെ ഒരു ഫയലേ ആഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ മൾട്ടിപ്പിൾ ഫയൽസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഔട്ട്പുട്ട് ഫോർമാറ്റ് ഏത് വേണമെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതായത് ഇതിപ്പം PDF ആണ്, നമുക്ക് വേർഡിലേക്കാണോ അതോ എക്സലിലേക്കാണോ എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇനി PDF നിന്ന് നമുക്ക് നേരെ വേർഡിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഔട്ട്പുട്ട് ഫോർമാറ്റ് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മുമ്പ് കാണിച്ച പോലെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി പേജസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പേജുകൾ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഏതെങ്കിലും പേജ് വേണ്ടാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി പ്രൊട്ടക്ട് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? നമ്മളുടെ ആ ഒരു PDF പ്രൊട്ടക്റ്റഡ് ആകാം, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി എൻക്രിപ്റ്റഡ് ആക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി അടുത്തത് ടൂൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ പരിചയപ്പെട്ട ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബാച്ച് ടൂൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട്, OCR, കംപ്രസ്, മെർജ്, അതായത് ഒരുപാട് പേജുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ വലിയൊരു PDF ആണ് നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഈ ബാച്ച് ടൂളിൽ വെച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വാട്ടർമാർക്ക് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഒരേ സമയത്ത് ബാച്ച് ആയിട്ട് ആ ഒരു വലിയ PDF നമുക്ക് ഒരേ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതിനോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ A എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ എത്ര ക്രെഡിറ്റ്സ് Aയുടെ ബാലൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഫ്രീ ആയിട്ട് നമുക്ക് 50 ക്രെഡിറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ChatGPT അല്ലെ DeepSeek വെച്ച് ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മറ്റ് സൈറ്റുകളൊന്നും തപ്പി പോകുന്ന കാര്യമില്ല. ഈ ഒരു PDF എഡിറ്ററിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ChatGPTയും DeepSeek ഒക്കെ ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ PDF ഫയലുകൾ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല PDF എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടു. ഇത് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മുമ്പത്തേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ഇന്റർഫേസിലൊക്കെയാണ് ഇതിപ്പം വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രോ വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രോ വെർഷൻ പർച്ചേസ് ചെയ്യുക. 1 month ലൈസൻസ് ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ലൈഫ് ടൈം ലൈസൻസ് വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ യൂസേജ് എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ സോഫ്റ്റ്വെയർ വാങ്ങാൻ ശ്രമിക്കുക. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകട്ടെ. ഈ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കട്ടെ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് PDF എഡിറ്റ് ചെയ്യാനായിട്ട്, PDF ഫയലുകൾ എഡിറ്റ് ചെയ്യാനായിട്ട്. കാരണം വേർഡിലൊക്കെ നമ്മൾ എങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് PDF ഫയലുകൾ ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.